ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും മാർഗം ശരിയായില്ല. ഇതുപോലുള്ള നൂറുകണക്കിന് നിവേദനങ്ങളും ആവലാതികളും മന്ത്രിമാരുടെ മേശപ്പുറത്ത് കെട്ടിക്കിടക്കുകയാണ്. ഇതിൽ പരിഗണിക്കേണ്ടത് ഏത്, തള്ളിക്കളയേണ്ടത് ഏത്? ഈ ചോദ്യം വരുമ്പോൾ അവർ ന്യായമായും ചിന്തിക്കും. പാർട്ടി ഫണ്ടിലേക്ക് ഒരു സംഭാവന എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന കൈക്കൂലി ഉണ്ടല്ലോ, കൈക്കൂലി. പണത്തിന്റെ മേലെ പരുന്തിന് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടിക്കും പറക്കാൻ ഒക്കുകയില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത്തിരിയൊക്കെ കൈക്കൂലി കൊടുക്കുക എന്നുള്ളത് ഇക്കാലത്തെ ഒരു രാജനീതിയാണല്ലോ. ഈ പറഞ്ഞത് ന്യായം. പക്ഷെ ആർക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എനിക്കതറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത് കേരളമല്ല. കൈക്കൂലിയും കൊണ്ടങ്ങ് ചെന്നാലേ ഈ പറയുന്നവനൊക്കെ കമ്പി എണ്ണും. ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നവർ. അടുത്ത 2 കൊല്ലത്തേക്ക് ഈ ഭാഗത്തെങ്ങാനും പൈപ്പ് ലൈൻ വന്നാൽ ഞങ്ങൾ മൊട്ടയടിക്കൂ അല്ലേ? എന്താ മൂപ്പര് PWD എഞ്ചിനീയറുടെ ഡ്രൈവറാ. അത്രയല്ലേ ഉള്ളൂ. ഞാനേ വലിയൊരു സത്യം അങ്ങ് തുറന്നു പറയാൻ പോവാ. ഇവിടത്തെ PWD മിനിസ്റ്റർ തിരുനെൽവേലി മുത്തകൃഷ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹം തിരുനെൽവേലി കോളേജിൽ എന്റെ ക്ലാസ്മേറ്റാ, MA-ക്ക്. ഉവ്വോ, മിണ്ടാനിടോ. എനിക്ക് ഈ കാര്യത്തിൽ എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ PWD എഞ്ചിനീയർക്ക് എന്ത് സംഭവിക്കുമെന്നും ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. മുത്തകൃഷ്ണൻ എന്റെ സുഹൃത്താണേലും ആ സുഹൃത്ത് ബന്ധം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, എന്ത് ചെയ്യാനാണ്? ചൂഷണം ചെയ്യാൻ. അതെ, ചൂഷണം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് കൈക്കൂലി കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞാൽ അവനത് ചെയ്തിരിക്കും. എല്ലാവരും കൂടി നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിച്ചാ മതി. നീ എന്താ ഈ കാര്യം എന്നോട് നേരത്തെ പറയാതിരുന്നത്? ഏത് കാര്യം? PWD മിനിസ്റ്റർ നിന്റെ ക്ലാസ്മേറ്റ് ആണെന്നുള്ള കാര്യം. ഇതിൽ ഇത്ര വലിയ കാര്യം എന്തിരിക്കുന്നു? ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ ആളുകൾ എന്റെ സുഹൃത്തുക്കളാണെന്ന് അറിയോ നിനക്ക്? പക്ഷെ എന്റെ സ്വന്തം ആവശ്യത്തിന് ഒരുത്തന്റെയും കാല് പിടിക്കാൻ പോകാറില്ല. ഇതൊരു പൊതുപ്രശ്നമായതുകൊണ്ടാ. അതുപോലെ നീ MA എടുത്ത വിവരം എന്നോട് പറഞ്ഞില്ല. ചേട്ടാ, ഇതൊക്കെ പാട്ടുപാടി നടക്കണോ ഞാൻ? സത്യത്തിൽ നിനക്കറിയോ, തിരുനെൽവേലി മുത്തകൃഷ്ണൻ ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്ത് മത്സരിച്ചപ്പോ എന്റെ പ്രവർത്തനം കൊണ്ടാണ് അന്ന് ജയിച്ചത്. അന്ന് ഞാനായിരുന്നു യൂണിയൻ ചെയർമാൻ. സോറി, അക്കാര്യം പറയാനും ഞാൻ വിട്ടുപോയി. എന്റെ പെങ്ങളുടെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. ഈ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന? ഇല്ല. എന്ന മെഡിക്കൽ കോളേജ് പഠിക്കുന്നു. അടുത്ത കൊല്ലം ഹൗസ് സർജൻസി കഴിയും. അവളുടെ ഭർത്താവും ആൾക്കാരും ഒക്കെ വലിയ പാർട്ടീസാ. എങ്കിലും അവൾക്ക് സർക്കാരിലൊരു ജോലി ഒപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതെനിക്കൊരു വലിയ നേട്ടവും അഭിമാനവും ഒക്കെ ആയിരിക്കും. ഈ മിനിസ്റ്ററോട് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. നിന്റെ പെങ്ങക്ക് ജോലി കിട്ടിയിരിക്കുന്നു. നിന്റെ പെങ്ങക്ക് അല്ല, നമ്മുടെ പെങ്ങക്ക് ജോലി ഉറപ്പിച്ചിരിക്കുന്നു. അത്ര തന്നെ. എന്റെ തുമ്പപ്പൂ കുരുന്നേ, സ്നേഹിക്കുന്നത് പാപമാണോ? ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി അവൾ ആരായാലും അവളെ ആ കാര്യം അറിയിക്കുക എന്നുള്ളതാണ് ഒരു കാമുകന്റെ പ്രഥമ കർത്തവ്യം. ഞാനത് അറിയിക്കാൻ വൈകിപ്പോയോ? ഞാൻ ഒരുപടി കത്തുകൾ എഴുതി. നീ എന്നോട് പിണങ്ങുമോ, വല്ലവരും കാണുമോ എന്നൊക്കെയായിരുന്നു എന്നും എന്റെ പേടി. അതുകൊണ്ട് ഒരെണ്ണം പോലും തരാൻ എനിക്കൊത്തില്ല. എന്റെ ഓമനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അനുകൂലമായ ഒരു മറുപടിക്കായി ഈ ഉള്ളവൻ നെഞ്ചുരിപ്പോടെ കാത്തിരിക്കട്ടെ എന്ന് സ്വന്തം സ്വന്തം. മുകുന്ദകൃഷ്ണൻ കർത്താവിന് തുണികൾ വല്ലതും തേക്കാനുണ്ടോ? ഇപ്പോഴൊന്നുമില്ല. എന്റെ തുമ്പപ്പൂ കുരുന്നേ,
പിന്നെന്താ വാങ്ങിയത്? ചക്കര 100. ചക്കര 100. അപ്പോൾ 60. അപ്പോൾ 7, 50, 60, 8, 10. അപ്പുറം ടീത്തൂൾ ഒരു പാക്കറ്റ്. അപ്പോൾ 9, 60. അപ്പുറം സോപ്പ്. സൂപ്പാ. സോപ്പ്. ആ സോപ്പ്. അപ്പോൾ 13, 60. 13, 60. എൻ്റെ ഏയ് എന്താ ഒന്നുമില്ല അല്ലേ? ആ അപ്പുറം തേങ്ങ എണ്ണ തേങ്ങ എണ്ണ. തേങ്ങ എണ്ണ എവ്വളോ? 100. ആ ആരാത്? എന്റെ ഈശ്വര, ഇവക്കും കാമുകനോ? എടേ എടാ, ഇതാരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടത്? ഈ കത്താരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടെന്ന് എനിക്കറിയണം. എനിക്കത് ഇപ്പൊ അറിയണം. എന്താന്നോ ഈ കത്ത് കമ്പി കൊളുത്തി ജനലിൽ കൂടെ എന്റെ വീട്ടിനകത്തിട്ടവൻ ആരാന്നറിയണം. എനിക്കറിയില്ല. എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഈ തെമ്മാടിത്തരം കാണിച്ചവന്റെ കുടലുമാല ഞാൻ പുറത്തെടുക്കും. ഈ കത്ത് കമ്പി കൊളുത്തി ജനലിൽ കൂടെ മുറിക്കകത്തിട്ടവൻ ആരാന്ന് എനിക്കറിയണം. എനിക്കറിഞ്ഞേ പറ്റൂ. എനിക്കത് ഇപ്പൊ അറിയണം. എന്താ ഗോപി? എന്താ പ്രശ്നം? എനിക്ക് ഇപ്പൊ രണ്ടിലൊന്നും അറിയണം. ഒരു ചെറുപ്പക്കാരന് കല്യാണം കഴിച്ച് ഈ തെരുവിൽ താമസിക്കാനുള്ള അവകാശമില്ലെന്നോ? അത് ഉടനെ അറിയണം. എനിക്ക് ഇപ്പൊ അറിയണം. അയ്യോ പേന. താനാണോടോ കത്തെഴുതിയത്? ആ പേനിങ്ങട് പേനയൊക്കെ പിന്നെ തരാം. താനല്ലോടോ കത്തെഴുതിയത്? ഏത് കത്ത്? ആരുടെ കത്ത്? എന്റെ മുമ്പിൽ പൊട്ടങ്കളി കളിക്കരുത്. ഒരു നാറി എനിക്ക് വിശ്വാസമില്ല. താനാണ് എന്റെ ഭാര്യയ്ക്ക് കത്തെഴുതിയത്. എടാ തെണ്ടി, സൂക്ഷിച്ച് സംസാരിക്കണം. നീയാണടാ തെണ്ടി. എന്റെ ഭാര്യ വെള്ളത്തിന് ക്യൂ നിൽക്കുമ്പോ അവളെ നോക്കി നോക്കി വെള്ളം ഇറക്കി നിൽക്കുന്ന നീയാണടാ തെണ്ടി. ഒരു പലചരക്ക് കച്ചവടക്കാരൻ ചിലപ്പോ നോക്കിന്നിരിക്കും, ചിലപ്പോ ചിരിച്ചുന്നിരിക്കും. നിന്നെ ചിരിപ്പിക്കാവടാ. നിന്നോട് ഞാനാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? എന്റെ പൊന്നു സാറേ, ഇവൻ കമ്പ് കൊണ്ട് കത്ത് മുറിയിലിട്ടത് ഞാൻ കണ്ടതാ. മുഖം കാണാൻ ഒത്തില്ല. അതിന്റെ സത്യം അറിയാതെ അവിടുന്ന് പ്രശ്നമില്ല. നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ ഒന്ന് ഇറങ്ങ്. ഉടനെ ഉണ്ടാക്കണം. ഉണ്ടാക്കാം. കത്ത് മലയാളത്തിലാ. ഇവിടെ ഉള്ള ഏതോ നാറി മലയാളിയാണ് അത് എഴുതിയെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അപ്പൊ പിന്നെന്താ പ്രശ്നം? ആളെ ഞാൻ കണ്ടുപിടിച്ചു വരാം. എങ്ങനെ? ഈ അക്ഷരം നോക്കി ആളെ കണ്ടുപിടിക്കാം. നീ കത്തെടുക്ക്. കത്ത് 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 കത്തോടെ കത്ത്. കത്ത്. അങ്ങോട്ടാ. മാറ്. അടി.